പ്രിയ സജ്ജനങ്ങളെ, സദനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത് ഭാസ്കരാചാര്യൻ. കർണാടകത്തിലെ വിജയപുരത്ത്, ഇന്നത്തെ ബിജാപൂർ, മഹേശ്വരൻ എന്ന ആസ്ഥാന വിദ്വാന്റെ മകനായി 1114 ഭാസ്കര ദ്വിതീയനെന്നറിയപ്പെടുന്ന ഭാസ്കരാചാര്യർ ജനിച്ചത്. 7-ാം നൂറ്റാണ്ടിലെ ഭാസ്കരൻ ജ്യോതിശാസ്ത്ര വിദ്വാനായിരുന്നു. ഉജ്ജയിനിയിലെ വേദശാല വാനനിരീക്ഷണ കേന്ദ്രം അന്ന് ലോകപ്രസിദ്ധ ഗണിത കേന്ദ്രമായിരുന്നു. വിദ്യാർത്ഥിയായും പിന്നീട് ഗവേഷകനായും തന്നെ മരണം വരെ കേന്ദ്രത്തിൻ്റെ കുലപതിയായും അദ്ദേഹം അവിടെ തന്നെയാണ് താമസിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ കൃതികൾ സിദ്ധാന്ത ശിരോമണി, കരണ കുതൂഹലം എന്നിവയാണ്. സിദ്ധാന്ത ശിരോമണിയിൽ 4 ഭാഗങ്ങളുണ്ട്: ലീലാവതി, ഗ്രഹഗണിതം, ബീജഗണിതം, ഗോളാധ്യായം. ഇവ 4 സ്വതന്ത്ര ഗ്രന്ഥങ്ങൾ തന്നെയാണ്. ലീലാവതിയുടെ വിഷയം അംഗഗണിതമാണ്. ഗ്രഹഗണിതത്തിൽ ജ്യോതിശാസ്ത്ര സംബന്ധമായ ഗണിതങ്ങളാണുള്ളത്. ഗോളാധ്യായത്തിൽ ഗോളങ്ങളെപ്പറ്റിയുള്ള ഗണിതങ്ങളും ത്രികോണ നിർമ്മിതിയുമാണുള്ളത്. ബീജഗണിതമാണ് മറ്റൊരു വിഭാഗം എന്നറിയുക. കാരണകുതൂഹലം ജ്യോതിഷ ഗ്രന്ഥമാണ്. ഭൂമിയുടെ സൂര്യനു ചുറ്റുമുള്ള ഭ്രമണസമയം 365.588 ആണെന്ന് അദ്ദേഹം കണക്കുകൂട്ടി. ഇന്ന് അതിനേക്കാൾ വെറും 3.5 മിനിറ്റ് വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് അത്ഭുതകരമായിട്ട് നാം മനസ്സിലാക്കുക. ഗ്രഹണം, ഗ്രഹങ്ങളുടെ സ്ഥാനം, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ എന്നിവയുടെ യോഗം, ഉദയാസ്തമയങ്ങൾ, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ മുതലായവയെല്ലാം കണക്കാക്കുവാനുള്ള സൂത്രവാക്യങ്ങൾ ഭാസ്കരാചാര്യനാണ് കണ്ടുപിടിച്ചത്. നിരവധി ഗണിത സമവാക്യങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. 0 കൊണ്ട് ഒരു സംഖ്യയെ ഹരിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിൽ നിന്ന് എത്ര എടുത്താലും എത്ര സംഖ്യ ചേർത്താലും മാറ്റമുണ്ടാവില്ല. താൻ നിർമ്മിച്ച നിലയ്ക്കാത്ത ചക്രത്തെ പറ്റിയും അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് എന്നറിയുക. തൻ്റെ കാലഘട്ടത്തിന് വളരെ കാലം മുമ്പോട്ട് പോയവരാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ. ഇന്നും ഗണിതശാസ്ത്ര രംഗത്തുള്ളവർ അവ അധ്യയനം ചെയ്യുന്നുണ്ട്. ഭാരതത്തിൻ്റെ 2ാമത്തെ ഉപഗ്രഹത്തിന് പേരിട്ടത് ഭാസ്കര എന്നാണ്. ഭാരതത്തിൻ്റെ ശാസ്ത്ര പാരമ്പര്യത്തെ സമ്പന്നമാക്കിയ ആ മഹാപുരുഷനെ നാം വേണ്ടത്ര മനസ്സിലാക്കിയിട്ടില്ല എന്ന അഭിപ്രായം പല മഹാത്മാക്കളും പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഗമഗ്രാമ മാധവൻ, ശ്രീധരൻ, മഹാവീരൻ, പത്മനാഭൻ, പരമേശ്വരൻ എന്നിവർ അദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളെ പിന്തുടർന്ന് മുന്നോട്ടു പോയവരാണ്. ആ ഭാസ്കരാചാര്യനെ ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.